ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ നിങ്ങളോർക്ക് ഞാൻ എവിടെ പോവാണ്? എനിക്കിന്ന് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഇന്നോഗ്രേഷൻ ചെയ്യുന്നുണ്ട്. എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോവുകയാണ്, ഇന്നോഗ്രേഷന് പോവുക. അപ്പം അവിടെ ചെന്ന് എനിക്കെന്ത് ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഞാൻ ലിഫ്റ്റിലേക്ക് പോവുകയാണ്. ലിഫ്റ്റിൽ കയറി ഞാൻ ലിഫ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇന്നോഗ്രേഷന് പോകുന്നതാണ്. ലിഫ്റ്റിൽ കയറി കഴിഞ്ഞ് പോകുന്നതൊക്കെ നിങ്ങളെ കാണിക്കാവേ. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണം തോന്നി. നല്ലൊരു സൂപ്പർ മാർക്കറ്റ് നമുക്ക് ഉപകാരപ്പെടും. നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ ചെന്ന് മേടിച്ച് വീട്ടിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ പറ്റും. ഓഫറൊക്കെ വരുന്ന നല്ലൊരു സൂപ്പർ മാർക്കറ്റ്. നേരത്തെ മുതൽ ഉള്ളതാണ്. അത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഒരു ഓപ്പൺ ആക്കുന്നതാണ്. അപ്പം അതിന് പോവുകയാണേ. ഞാൻ അങ്ങനെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് ഇത് ഞാൻ 2 ബ്ലോക്കിലാണേ. വലിയൊരു ബിൽഡിങ് അത്. അപ്പം 6 ബ്ലോക്കാണ് അത്. അപ്പോൾ 6ാമത്തെ ബ്ലോക്കിലാണ് ഈ സൂപ്പർ മാർക്കറ്റ്. 6ഉം 5ഉം 4ഉം അങ്ങനെ കൂടിയാണ് സൂപ്പർ മാർക്കറ്റ്. അതിൻ്റെ ഏറ്റവും അടിയിലായിട്ടാണ്. അപ്പോൾ അങ്ങനെ അതിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ കാരേജിനകത്തൂടെ നടന്നിങ്ങനെ പോകണം. കുറേ നല്ല ചൂടാണ്. ഞങ്ങൾക്ക് അതിനകത്ത് 2 ബ്ലോക്കിന് ഞാനിനി 6ലെത്തണം. എത്തി പെട്ടെന്ന് ഞാൻ കുറുക്ക് ചാടിക്കുക. ഞങ്ങളുടെ ബിൽഡിങ്ങിൽ തന്നെ പെട്ടെന്ന് ഫ്ലാറ്റിൽ തന്നെ ഇറങ്ങി പോകാം. അപ്പോൾ ഞാൻ അവിടെ എത്തി. ഒരു പുറകിലത്തെ വാതിൽ ഓപ്പൺ ആക്കിയില്ല. അപ്പോൾ ഞങ്ങൾ വേറൊരു പെണ്ണും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് അപ്പോൾ അവർ തുറന്ന് തന്ന് ഞങ്ങളങ്ങ് കയറി ചെന്നേ. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ചെന്ന് കേട്ടോ. അകത്ത് ചെന്നത് അവിടെ ഇന്നോഗ്രേഷൻ അത് കേക്ക് മുറിക്കാനുള്ള എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാവരും കേക്ക് മുറിക്കാൻ തുടങ്ങുന്ന കൃത്യസമയത്ത് ഞാൻ ചെന്നത്. 4 മണിക്കെന്ന് പറഞ്ഞു. വെക്സം സൂപ്പർ മാർക്കറ്റിൻ്റെ പേര്. അപ്പോൾ അത് തന്നെ ഇന്നോഗ്രേഷൻ കേക്ക് മുറിക്കുക. ഞങ്ങൾ കേക്ക് മുറിക്കുക. ഞാനവിടെ ചെന്ന് പറയുന്നോ ഞാൻ മാത്രമേ ഉള്ളൂ ചില പെണ്ണുങ്ങളായിട്ട്. പിന്നെ ഫിലിപ്പീൻസ് പെണ്ണുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ അവർ കട്ട് ചെയ്തു. കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് കണ്ടു. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുക. എനിക്ക് അന്നേരം കൊച്ചു കൊണ്ട് തന്നു, ചേച്ചിക്ക് തന്നും പറഞ്ഞുകൊണ്ട് തന്നു. ഞാനവിടെ എപ്പോഴും ചെല്ലുന്നുണ്ട്. എന്നെ നല്ല പരിചയമുണ്ട്. അപ്പോൾ എനിക്ക് കേക്ക് അപ്പോൾ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ഓരോ ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാവേ. ഇത് എത്രയും ഭാഗമുണ്ട്. അതിൻ്റെയൊക്കെ ഓരോ ഏരിയകളൊക്കെയാണ്. അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ കാണുന്നും ഇല്ല. ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ അത് ടിഷ്യൂ പേപ്പറിൻ്റെ അങ്ങനെ ഓരോ. അപ്പോൾ ഒത്തിരി വലിയ എല്ലാ സൗകര്യങ്ങളും ആക്കിയിട്ട് എല്ലാ സാധനങ്ങളും ആക്കി ഒത്തിരി വലിയ ഇതാക്കി ഏറിയൽ. അപ്പോൾ നമ്മൾ ഓരോ ഏരിയയിലും എൻ്റെ ഫിഷിൻ്റെ ഏരിയയിൽ ചെന്നാൽ മറ്റേ എഗ്ഗൊക്കെ ഇരിക്കുന്നു. എഗ്ഗ് അങ്ങനെ ഓരോരോ എല്ലാം എനിക്ക് എടുക്കാനൊക്കെ എടുത്തു. പിന്നെ ഞാൻ ആ ഫിഷിൻ്റെ അവിടെ ചെന്നപ്പോൾ അവർക്ക് തെലുങ്കുകാരാണ്. തമിഴ് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു കൊഞ്ചം അറിയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തെലുങ്കിൻ്റെ അവർ തെലുങ്ക് അറിയാം. തെലുങ്ക് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നോട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഭാഗത്ത് എല്ലാം നല്ല സെപ്പറേറ്റ് എല്ലാം മീറ്റ്, ഇറച്ചി, പോർക്ക് എല്ലാം അങ്ങനെയൊക്കെ എല്ലാം സെപ്പറേറ്റ് ആക്കി. എല്ലാം ഫ്രഷായിട്ട് 2 ചെറിയ ഏരിയകളാക്കി. എല്ലാത്തിനും സെപ്പറേറ്റ് സ്പേസ് ആക്കി. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ കഴിഞ്ഞപ്പോൾ എല്ലാം ഫ്രഷ് സാധനം വന്നിട്ട് ഫ്രഷായിട്ട് തന്നെയുള്ള സാധനം നമുക്ക് കട്ട് ചെയ്ത് തന്നെ തരും. നമുക്ക് മീറ്റൊക്കെ നമ്മൾ ലുലുവിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ നമുക്ക് എല്ലാം നല്ല കട്ടാക്കി തരും. അപ്പോൾ ഫ്രഷായിട്ടുള്ള പോർക്കൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടിരിക്കും. അതൊക്കെ നമുക്ക് ഫ്രഷായിട്ട് തന്നെ എടുത്ത് തരുന്നു. അപ്പം അങ്ങനെ വിപുലീകരിച്ച് വരും. ഞാൻ എൻ്റെ കൂട്ടുകാരെ ഇങ്ങനെ നടന്ന് ഇപ്പോൾ നമ്മുടെ കോസ്മെറ്റിക് സാധനങ്ങളെല്ലാം കണ്ട്. പാമ്പേഴ്സ്, പിന്നെ നമ്മുടെ ഓൾവേസ് അങ്ങനെയുള്ള പാടുകൾ, അത് കോസ്മെറ്റിക് ഐറ്റംസ് അതെല്ലാം ഇങ്ങനെ ചുമ്മാ നോക്കി എല്ലാം കണ്ടു. എനിക്ക് വേണ്ടി എപ്പോഴായാലും പിന്നെ അവിടെ ചെന്ന് എടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ അങ്ങനെ അധികം മേടിച്ചില്ല ഒന്നും. ഇത് മാത്രമേ ഒരു ഷാമ്പൂ മാത്രമേ മേടിച്ചുള്ളൂ. അപ്പം ഞാൻ നമുക്ക് എപ്പോൾ പോയാലും നമുക്ക് ഓഫർ വരുമ്പോഴേക്കും ഇനിയിപ്പോൾ എല്ലാ ആഴ്ചയിലും ഓഫറുണ്ട്. വീക്കെൻഡിലെല്ലാം ഓഫറുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ എടുക്കാം. ഞാനിങ്ങനെ എടുത്താണ് വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. അപ്പോൾ നല്ല സാധനങ്ങൾ നമുക്കെല്ലാ സൗകര്യങ്ങളുമായി. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തൂടെ ചുമ്മാ ക്യാമറയൊക്കെ ആയിട്ട് നടന്നു. എല്ലാം ഒന്ന് കിട്ടാൻ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണ്ടേ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ എല്ലാം ഒന്ന് കണ്ടെന്ന് ചുറ്റി നടന്ന് കുറേയൊക്കെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു. ഇപ്പോഴത്തെ മെച്ചമെന്ന് പറഞ്ഞാൽ ഫ്രഷ് സാധനങ്ങൾ നമുക്ക് കിട്ടും. ഫ്രഷ് പച്ചക്കറികളുടെ ഏരിയയിൽ വന്നു. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവിടെ ചെറിയൊരു ഇതായിരുന്നു ഷോപ്പായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ല ഭംഗിയാക്കി എല്ലാം ഐറ്റംസ് സെപ്പറേറ്റ് ആക്കി. നട്ട്സുകൾ, പച്ചക്കറി, വെജിറ്റബിൾസ്, പച്ചക്കറികൾ, പഴങ്ങൾ എല്ലാം, ഇറച്ചികൾ, മീൻ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും സെപ്പറേറ്റുകളാക്കി. അപ്പോൾ നമ്മൾ ഓരോ ഏരിയയിലേക്ക് ഇപ്പോൾ എന്ത് സാധനങ്ങളെന്ന് നേരത്തെ എല്ലാം നമുക്ക് കപ്പലായിരുന്നു. ചെറിയ മാർക്കറ്റായതുകൊണ്ട് ഇപ്പോൾ എല്ലാം നല്ല എല്ലാത്തിൻ്റെ സൗകര്യം പോലെ ഫ്രഷായിട്ടുള്ളതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ കിട്ടിയതൊക്കെ ഓരോന്നൊക്കെ വീഡിയോ ഒക്കെ ആക്കിക്കൊണ്ട് ഞാനിങ്ങോട്ട് പോകുന്നു. ഞാൻ ഇറങ്ങി പോരുക. കുറേ കൂടെ തന്നെ ഇറങ്ങി ഞാനിങ്ങോട്ട് പോരുക. അപ്പോൾ നമുക്ക് കാരേജിനകത്തോട്ട് തന്നെ നമുക്ക് നമ്മുടെ ബ്ലോക്കിലേക്ക് എൻ്റെ ബ്ലോക്കിലേക്ക് ലിഫ്റ്റിൽ വന്ന് കയറാം. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ പോരാൻ തുടങ്ങി. എല്ലാം കൊണ്ടെടുത്ത് ഭയങ്കര പാടാണ്. വലിയ വീഡിയോ ആയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് പോകുന്നൊരു പണിയുണ്ട്. ഞാൻ ഈ കാരേജിനകത്തോട്ട് തന്നെ നടന്നു പോകണം. അതാണ് ഞങ്ങൾ കുറേ ദൂരം ഇങ്ങനെ നടക്കണം. ബ്ലോക്കിൽ നിന്ന് നടന്ന് ചെയ്യാൻ പോലെ ഞങ്ങളുടെ കാരേജിനകത്തൂടെ ഞങ്ങൾ കുറേ ദൂരം നടക്കാനുണ്ട്. കാര്യങ്ങളെല്ലാം വരുന്നു. അപ്പോൾ എല്ലാം ഒത്തിരി എല്ലാം ഈ പുറത്തോട്ട്
ജോലിക്ക് പോയതായതുകൊണ്ട് കാറുകളൊക്കെ ഇപ്പോൾ കുറവാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അതിനകത്ത് നടക്കാൻ പറ്റിയല്ലോ. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കര തിരക്കായി. ജോലിക്കാരെല്ലാം വന്നു കഴിഞ്ഞാൽ ഞാൻ നടന്ന് വന്ന് നമ്മുടെ ലിഫ്റ്റിലേക്ക് വരുവാണ് ഞാൻ. അങ്ങനെ ഞാനിങ്ങോട്ട് പോന്ന്. അങ്ങനെ നമുക്ക് സൗകര്യം കിട്ടുന്ന പോലെ നമുക്ക് പോകാം. അപ്പം ഞാൻ ഇങ്ങോട്ട് പോന്നു കേട്ടോ. ഞാൻ വന്ന് ഞങ്ങളുടെ ലിഫ്റ്റിൽ വന്ന് കയറുക. അപ്പം ഞങ്ങളുടെ വാച്ച്മാൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പം പുള്ളിയെ കണ്ണിന് ചിരിച്ച് അങ്ങനെ ഞാനിങ്ങനെ പോന്നു. അപ്പോൾ ഒന്ന് ലിഫ്റ്റ് കിട്ടി. പെട്ടെന്ന് ലിഫ്റ്റിലേക്ക് പോന്നു. എൻ്റെ ഫ്ലാറ്റിലേക്ക് പോരുവാണേ. ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് ലിഫ്റ്റൊക്കെ കിട്ടി ഞാൻ അതിലേക്ക് നടന്നിങ്ങനെ പോകുന്നത് ഫ്ലാറ്റിൽ വന്ന് കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ ഇന്ന് കുക്കിംഗ് ഒക്കെ ഇടുന്നതുകൊണ്ട് ഇന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും ഇന്നിങ്ങനെയൊന്ന് എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് തോന്നുന്നു. ഞാനിന്ന് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പം അത്രയൊക്കെ ഉള്ളു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണ്ട, ഇത് സപ്പോർട്ട് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.